മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു. അവിടെ തിരുവനന്തപുരത്താണ്, അപ്പൊ അടുത്താണ്, അങ്ങനെ കാണാൻ പോയതാണ് എന്നൊക്കെ നമ്മൾക്ക് വിചാരിക്കാമെങ്കിലും, ന്യായങ്ങൾ പറയാമെന്നുണ്ടെങ്കിലും അതിനു പിന്നിൽ ചില ശുപാർശകൾ അല്ലെങ്കിൽ ചില ഡീലുകൾ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് അതിനെ അത്ര എന്താ പറയാ നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ലല്ലോ. പലരും ഇപ്പോ ഹെൽമറ്റ് വെക്കാത്തതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച നടത്തുന്നത്. അതല്ല, അതിനപ്പുറം അതിനൊരു രാഷ്ട്രീയമാനം ഉണ്ട് അല്ലേ സർ? തീർച്ചയായിട്ടും. അല്ല, ഹെൽമെറ്റ് വെക്കാത്തത് പോട്ടെ, ഹെൽമെറ്റ് വെക്കാത്തതിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ 1000 രൂപയോ 2000 പിഴയിടാം, അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അദ്ദേഹം ഒരു രഹസ്യയാത്ര പോലെയാണ് പെട്ടെന്ന് അത് നമുക്ക് തോന്നുക. പരസ്യമായ ആളുകളെ അറിയിച്ചു പോയതല്ല. പക്ഷെ ഒരു മുൻമന്ത്രിക്ക് ഒരു മന്ത്രിയെ കാണാൻ പോകുക എന്നുള്ളത് അത്ര രഹസ്യമുള്ള കാര്യമല്ല. പോയി കാണാം, പല കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ എന്തോ ഒരു പ്രത്യേക ശുപാർശ, ഒരു ചെറിയ ശുപാർശ ചെയ്യാൻ പോയതാണ്, പല പോലീസുകാരുടെ സ്ഥലം മാറ്റോ എന്തെങ്കിലുമൊക്കെയാണെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമനോ ഒക്കെയാണെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ്. അത് ശബരിമലയാണ്. ശബരിമല കേസ് ഏതാണ്ട് നിർണായകമായി അതിന്റെ അവസാനത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്ത് അതിൽ പ്രതിയാണ് എന്ന് വന്നിരിക്കുന്നു. തന്ത്രി 1-2 തന്ത്രിമാരുണ്ട് എന്ന് പറയുന്നു. വേറെ ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴുള്ള ഒരു ദേവസ്വം ബോർഡ് മെമ്പർ വരെ അതിൽ ഏതെങ്കിലും തരത്തിൽ എന്തോ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും മന്ത്രിമാരാരുടെ പേരും ഇതുവരെ വന്നിട്ടില്ല. അവരൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ വാസവനെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് മന്ത്രിയായിരുന്ന, ഈ യഥാർത്ഥ പ്രശ്നം നടക്കുമ്പോൾ കടകംപള്ളിയാണല്ലോ അവിടെ മന്ത്രി ആയിരുന്ന, അവരെയൊന്നും ഇതുവരെ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ല. ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് ചേർക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. പലരും കടകംപള്ളി പെടും എന്നുറപ്പായി പറഞ്ഞിരുന്ന ആളുകളുണ്ട്. ഈ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ ഭരണകൂടം പ്രതിപക്ഷത്തായിരുന്ന ഇപ്പോഴത്തെ അവര് പറഞ്ഞ കടകംപള്ളി പെടും. കാരണം കടകംപള്ളി അറിയാതെ ഇത് ചെയ്യില്ല. മാത്രമല്ല, പത്മകുമാർ ദൈവതുല്യരായ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ദൈവതുല്യരിലേക്ക് എത്തണമെങ്കിൽ കടകംപള്ളി ഒരു വഴിയാണ്. കടകംപള്ളി വഴിയെ ദൈവതുല്യരിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടോ? മാത്രമല്ല, പത്മകുമാർ എതിരെയുള്ള നടപടി ദുർബലായി. കാരണം പത്മകുമാർ ആത്മഹത്യ എഴുതാൻ പോകാന്ന് പറഞ്ഞു. പത്മകുമാർ ആത്മഹത്യ എഴുതിയാൽ ആത്മഹത്യയിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ ദൈവതുല്യരായ ആളുകളുണ്ടോ, അവരിലേക്ക് പോകുന്ന വഴിയിലുള്ള കടകംപള്ളി പോലെയുള്ള ആളുകളുണ്ടോ, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. പത്മകുമാറിന്റെ താല്പര്യപ്രകാരമല്ല അവിടെ കൊള്ള നടന്നതെന്നും സ്വർണം ചെമ്പാക്കിയതെന്നും അതിലും വലിയ താല്പര്യക്കാരുണ്ട് എന്നും, മാത്രമല്ല ആ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി കെട്ടിടം പണിതു എന്നും വരെ വർത്തമാനമുണ്ട്. പത്മകുമാർ പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ തന്നെ പെടേണ്ട ഒരാൾ കടകംപള്ളിയാണ്. ദേവസ്വം മന്ത്രി, തിരുവനന്തപുരത്തിന്റെ ഒരു മന്ത്രി. എല്ലാ അർത്ഥത്തിലും ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് കടകംപള്ളി പറഞ്ഞ ഒരു കാര്യം, ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ എല്ലാം ചെയ്തിരിക്കുന്നത് ദേവസ്വം വകുപ്പാണ്, അതായത് ദേവസ്വം ബോർഡാണ്, എനിക്കിതിലൊരു പങ്കുമില്ല. ഇത് പിടിക്കപ്പെടുന്നത് വരെ അവിടെ ഒരു അഴിമതി നടന്നിട്ടില്ലായിരുന്നു. ഈ വിവാദം പൊങ്ങി വരുമ്പോ, ചില മാധ്യമങ്ങളും ഇവിടെ പൊങ്ങി വരുമ്പോ, ഹൈക്കോടതിയുടെ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് ശബരിമല അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ശബരിമലയിലെ മോഷണം എന്നാണ് വാസവൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ ആ ശോഭ കുറയ്ക്കാൻ, അയ്യപ്പ സംഗമത്തിന്റെ ശോഭ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും ആ ശോഭ കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിന്റെ മറ്റു വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ ശോഭയില്ല, ഒന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോ ഏതായാലും വളരെ ഗുരുതരമായ, അന്നൊന്നും ഇവര് സമ്മതിച്ചിട്ടില്ലല്ലോ. ഈ ഗുരുതരമായ ആരോപണം വരുമ്പോഴും പാർട്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ശബരിമലയിൽ ഇങ്ങനെ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് അംഗീകരിച്ചിട്ടില്ല. എല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് സോണിയാഗാന്ധിയുടെ പേരും വേറെ ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, കടകംപള്ളിയുടെ പ്രശ്നം കടകംപള്ളി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കാര്യം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഓർക്കേണ്ടത്, ED അല്ലെങ്കിൽ SIT ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ ഇവിടെ നേരത്തെ പറയും. പക്ഷെ കടകംപള്ളി ചോദ്യം ചെയ്ത് SIT ആരോടും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് SIT ചോദ്യം ചെയ്തു എന്നുള്ള വിവരം തന്നെ അറിയുന്നത്. ഇപ്പൊ നേരെ മറിച്ച് അടൂർ പ്രകാശനൊക്കെ കുറെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടൂർ പ്രകാശിന്റെ പേര്, അടൂർ പ്രകാശിനെ വിളിപ്പിക്കും എന്ന് പറഞ്ഞ് അവസാനം അടൂർ പ്രകാശ് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുക, ഞാൻ വരണോന്ന്, ഞാൻ വരാം, എപ്പോഴാ വേണ്ടിച്ചാൽ എന്ന് പറയാം. നേരെ മറിച്ച് കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടും പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് പോലും
അന്ന് ലോകം അറിഞ്ഞില്ല. ഇപ്പൊ പ്രശാന്ത് പ്രതിയാണ്. ഇനിയാണ് പ്രശ്നം. പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനാണ്. അതെ. പ്രശാന്തിനെ CPM-ലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആൾ കടകംപള്ളി. അതുകൊണ്ട് അപ്പൊ പ്രശാന്തിനെ രക്ഷിക്കാനാണോ കടകംപള്ളി പോയത് ചെന്നിത്തലയുടെ അടുത്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉം. മാത്രമല്ല, പ്രശാന്ത് പ്രതിയായപ്പോൾ അത് രാഷ്ട്രീയ വിദ്വേഷം കൊണ്ടാണ് എന്ന് പറയാൻ തുടങ്ങി. ഉം. ഇതേ ആരോപണം UDF ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് LDF-ന്റെ മറുപടി എന്തായിരുന്നു? SIT ഞങ്ങളുടെ കയ്യിലല്ല, ഹൈക്കോടതി നിയന്ത്രിക്കുന്നതാണ്. ഇപ്പോഴും അതേ SIT അല്ലേ, അതേ ഹൈക്കോടതിയല്ലേ. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതിൽ കാര്യം എന്താ? പ്രശാന്തിനെതിരെ വരുമ്പോ രാഷ്ട്രീയ പ്രേരിതമെന്നും അവര് ഭരിക്കുന്ന കാലത്ത് SIT സമഗ്ര സുന്ദര ലോകമാണെന്നും പറയുന്നതിൽ എന്ത്? അത് ചോദ്യമുണ്ട്. അപ്പൊ ചെന്നിത്തലയ്ക്ക് ഇതിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇടപെടാൻ സാധ്യതയുണ്ടോ? ഉം. ആരെങ്കിലും രക്ഷിക്കണമെന്ന് പറയാനാണോ കടകംപള്ളി അവിടെ പോയത്? എന്തോ ഒരു ചെറിയ ശുപാർശയാണ്. അതെ, ചെറിയ ആ ചെറിയ ശുപാർശ എന്താണ്? പ്രശാന്തിനെ ഉപദ്രവിക്കരുതെന്നാണോ? അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കരുതെന്നാണോ? അല്ലെങ്കിൽ വേറെ ഇത് അന്വേഷണം ഇങ്ങനെ പോരുതെന്നാണോ? അതോ ഇതിൽ ഞാൻ പെട്ടിട്ടില്ല, വേറെ ചില ആളുകൾ പെട്ടിട്ടുണ്ടെന്ന് ക്ലൂ കൊടുക്കാനാണോ? അങ്ങനെയാവാലോ. അതെ. ആ മന്ത്രിയായിരുന്ന ആളല്ലേ, അപ്പൊ അറിയാലോ എന്റെ ഇടപാടും. അങ്ങനെയാണോ? മാത്രമല്ല, ഏറ്റവും ഒടുവ് വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു വിവാദമല്ല സത്യത്തിൽ. എന്നെ പോലുള്ളവർക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഉം. മേൽശാന്തി നിയമനത്തിൽ പോലും തട്ടിപ്പ് നടന്നു. തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ മേൽശാന്തി നിയമനത്തിൽ തട്ടിപ്പ് നടക്കണമെങ്കിൽ മന്ത്രിമാരൊക്കെ ഇടപെടാതെ പറ്റില്ല. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് മാത്രം അത് കളിക്കാൻ പറ്റില്ല. ഉം. ഏതോ ഒരു മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അതും വന്നിട്ടുണ്ട്. ഒരു മന്ത്രി കത്ത് കൊടുത്ത്, മുൻ മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ ഇതിലുണ്ട്. നമ്മുടെ പത്മകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു മേൽശാന്തി നിയമനത്തിന് മുൻമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ നാളെ പത്മകുമാർ അത് കടകംപള്ളി ആണെന്ന് പറയാൻ നിൽക്കുക വാദത്തിന് വേണ്ടി. അതെ. അപ്പൊ കടകംപള്ളിക്ക് ഒരു തട വേണ്ടേ? അതിനാണോ രമേശ് ചെന്നിത്തല എടുത്തു പോയത്? അപ്പൊ എന്തായാലും മൊത്തമായി ഒരു വലിയ പ്രതിസന്ധിയിൽ കടകംപള്ളി പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കടകംപള്ളി മുമ്പേ തന്നെ വളരെ ചീത്ത പേരുള്ള ആളുകളാണ്. സ്വപ്ന സുരേഷിന്റെ ഒക്കെ കാര്യത്തിൽ എന്തൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് കടകംപള്ളി മിണ്ടിയിട്ടില്ലല്ലോ. അതെ. ഇത്രയും നാണം കെടുത്തിയിട്ട്, ഒരാളെ നാണം കെടുത്തിയിട്ട്, ഒരു സ്ത്രീക്ക് ഒരാളെ നാണം കെടുത്താൻ പറ്റുന്നതിന്റെ പരമാവധി ആളെ നാണം കെടുത്തി. സാധാരണ ഒരാള് മാനനഷ്ടം കൊടുക്കും. പക്ഷേ ഇത് മാനനഷ്ടം കൊടുത്തിട്ടുണ്ട് കടകംപള്ളി. അത് VD സതീശനെതിരെ. അത് ഞാൻ പറഞ്ഞേ, സ്വപ്ന സുരേഷിനെതിരെയല്ലേ കൊടുക്കണ്ടേ? ഇത് പറഞ്ഞ് ഇപ്പോഴും ഇന്നലെ അവരൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഏതൊരു ചാനലിൽ. അവര് ഇത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, കടകംപള്ളിയൊക്കെ പറ്റിയ കാര്യം ചോദിക്കാൻ ആര് പറയാൻ. കഴിയ ഗവൺമെന്റിലുള്ള കാലത്ത് ഞാൻ പലതും മിണ്ടാതിരുന്ന എന്റെ ജീവൻ പോകുന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ധൈര്യം വന്നിട്ടുണ്ട് പറയാൻ എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവരിനി എന്ത് പറയാൻ പോണെന്നറിയില്ല. കടകംപള്ളി സംബന്ധിച്ചിടത്തോളം കടകംപള്ളി വലിയ കുരുക്കിലുണ്ട്. കടകംപള്ളിക്ക് ആ കുരുക്കിൽ ഓരോന്നെങ്കിലും അഴിച്ചെടുത്ത് രക്ഷപ്പെടാനാണ് കടകംപള്ളി നോക്കണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടകംപള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഏത് നിലയ്ക്കും ജയിക്കേണ്ട ഒരു സ്ഥലമാണ് കിഴക്കൂട്ടം. കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ലോക്കൽ സ്റ്റാൻഡ് ഉണ്ട്, ബേസ് ഉണ്ട്, ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും കടകംപള്ളി തോറ്റു. വലിയ തോതിൽ നെഗറ്റീവ് വികാരം കടകംപള്ളിക്കെതിരായിട്ട് മണ്ഡലത്തിൽ വന്നു. അല്ലെങ്കിൽ 30,000 വോട്ടിന് ജയിച്ച ഒരാൾ തോൽക്കുമ്പോൾ അതിനൊരു സംഗതി വേണ്ട. അപ്പൊ അവിടെ മുരളീധരൻ മുമ്പ് 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം കടകംപള്ളിയുടെ നല്ലൊരു വോട്ട് മുരളീധരനും കുറച്ച് വോട്ട് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും കടകംപള്ളി പറഞ്ഞിട്ടുണ്ടാവുക? കടകംപള്ളിക്ക് രക്ഷപ്പെടാൻ വഴികൾ തേടി തന്നെയാണ് പോയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏത് വഴിക്കൊക്കെയുള്ള കേസുകൾ രക്ഷപ്പെടാനാണ്? സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസാണോ, ശബരിമലയുമായി ബന്ധപ്പെട്ട കേസാണോ, അതോ ഇനി പ്രശാന്തിനെ രക്ഷിക്കാനാണോ പോയത്? ഇത്തരം കാര്യങ്ങളാണ് ഇനി പുറത്തു വരാൻ. പ്രശാന്തിന്റെ കാര്യം സാറ് പറഞ്ഞ പോലെയാണ് എന്നുണ്ടെങ്കിൽ ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കടകംപള്ളി ആണെങ്കിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കടകംപള്ളിക്ക് ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു, പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്ന അവിടെ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിച്ച് തോറ്റാളെ അങ്ങനെ ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടുവന്ന് ഒട്ടും താമസിയാതെ അയാളെ ദേവസ്വം ബോർഡ് ആക്കി. അതിൽ കടകംപള്ളിക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അവിടുന്ന് വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ പ്രശാന്തിനെ രക്ഷിക്കാനാണോ? ഇനി പ്രശാന്തിനെ പിടിച്ചാൽ അത് കടകംപള്ളിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ എത്തുമോ? ഈ സംശയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ക്ലാരിറ്റി വരണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.